ഹലോ ഓൾ, ഞാൻ സുഹൈൽ. ഞാനൊരു ACCA ഫൈനലിസ്റ്റാണ്. സൈലത്തിൽ FM AFM പേപ്പറിൻ്റെ മെൻറ്ററാണ്. ഡിസംബർ 8-ന് FM എക്സാം എഴുതാൻ നിങ്ങളെല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ആ പേപ്പറിൽ നിങ്ങൾക്ക് വേണ്ട കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാനിവിടെ നിന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് പോയിൻറ്റ്, റിവൈസ് യുവർ ടോപ്പിക്സ്. നിങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ ടോപ്പിക്കുകളും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞ ടോപ്പിക്ക് സെക്ഷൻ സിയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ ആ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്താണ് പുതിയതായിട്ട്, അത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു കാര്യം എന്താണോ ആ ടോപ്പിക്കിൽ നിന്ന് പഠിച്ചത് അത് നോട്ട് ചെയ്ത് വെക്കുക. സോ ട്രൈ ടു ഡു മാക്സിമം ക്വസ്റ്റ്യൻ ഓൺ ദാറ്റ് സെക്ഷൻ. സെക്കൻഡ്ലി, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ടോപ്പിക്ക് നമ്മൾ പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ട്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് കോസ്റ്റ് ഓഫ് ബാങ്ക് ലോൺ. സോ അതിൽ നിന്നൊരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി കാൽക്കുലേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ ഈ ഒരു സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ സിയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞ ടോപ്പിക്കിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഡി ഗിയറിംഗ് ആൻഡ് റീ ഗിയറിംഗ്. ഈ രണ്ട് സെക്ഷനും നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായി ഫോക്കസ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ CAPM ഫോർമുല. ആൻഡ് തിയറി പാർട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് ഫിനാൻസ് ഉണ്ട്, സോഴ്സ് ഓഫ് ഫിനാൻസ്, ഇസ്ലാമിക് ഫിനാൻസ്, ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇങ്ങനത്തെ ടോപ്പിക്സിലുള്ള എന്ത് ചെയ്യുക, നിങ്ങൾ തിയറി പാർട്സ് ഒന്ന് ഫോക്കസ് ചെയ്യുക. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ. സോ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം, അതിൽ വരുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് ഫാക്ടറിങ്, റിസീവബിൾസ്. ഇതെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യണം. അതേപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റിസ്കിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ കറൻസി റിസ്ക് ഉണ്ട്. കറൻസി റിസ്കിൻ്റെ കാൽക്കുലേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് പഠിക്കുക. ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ദി ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിൽ നിന്നും ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. സെക്കൻഡ് പോയിന്റ്, നിങ്ങൾ ACCയുടെ സൈറ്റിലുള്ള ടെക്നിക്കൽ ആർട്ടിക്കിൾസ് വായിക്കുക. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾ ആയിട്ടുള്ള എന്തുണ്ട്, ക്വസ്റ്റ്യൻസ് അവർ അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഈച്ച് ആൻഡ് എവറി ടെക്നിക്കൽ ആർട്ടിക്കിൾ ഷുഡ് ബി റീഡ്. ആൻഡ് അനദർ തിങ് ഈസ് എക്സാമിനർ റിപ്പോർട്ട്. നിങ്ങൾ പഠിച്ചത് കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക ഒരു എക്സാമിനർ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. കാരണം മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് മിസ്റ്റേക്സ് വരുത്തുന്ന ക്വസ്റ്റ്യനാണ് എക്സാമിനർ റിപ്പോർട്ടിൽ വരിക. അതെന്തുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് വരുത്തുന്നതുള്ളതും അവർ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റായിട്ടും എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യണം, എക്സാമിനർ റിപ്പോർട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് എവിടെ ആയിട്ടുണ്ട്, നമുക്ക് എവിടെയാണ് തെറ്റ് വരുത്തുക എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ആ എക്സാമിനർ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് ACCA സ്റ്റഡി ഹബ്. സ്റ്റഡി ഹബിൽ ഒരുപാട് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സാമിന് എങ്ങനെയാണോ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അതേപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, സ്റ്റഡി ഹബിൽ ഉണ്ടാവും. സോ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, സ്റ്റഡി ഹബിൽ നിന്നും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. തേർഡ് പോയിന്റ്, ഡു അറ്റ്ലീസ്റ്റ് 1 മോക്ക് ടെസ്റ്റ്. ഒരു മോക്ക് ടെസ്റ്റെങ്കിലും എഴുതാൻ ശ്രമിക്കണം എല്ലാവരും. കാരണം നമുക്ക് ആ എക്സാമിൻ്റെ ടൈം പ്രഷർ, അതേപോലെ ഒരു എക്സാമിനേഷൻ അറ്റ്മോസ്ഫിയർ എങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴാണ്. പെർഫെക്റ്റ് ടൈം മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം, ഏതേപോലെ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ACCA പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യുക. സോ നമുക്ക് മനസ്സിലാവുന്നത് എന്ത്, നമ്മളൊരു എക്സാം ടൈമിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ അത് സെക്ഷൻ A ആയാലും B ആയാലും മാർക്ക് ചെയ്യാൻ എന്തുണ്ട്, അതിൽ സിസ്റ്റം ഉണ്ട്. സെക്ഷൻ C മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെൽഫായിട്ട് വേണമെങ്കിൽ അത് റിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്യൂട്ടേഴ്സിനെയോ മെൻറ്റേഴ്സിനെയോ കൊടുത്തിട്ട് അത് വാല്യൂ ചെയ്യിക്കാം. സോ നിങ്ങൾ ടെൻസ്ഡ് ആവണ്ട, സ്ട്രെസ്സായിട്ടിരുന്ന് പഠിക്കണ്ട, കൂളായിട്ടിരിക്കുക. നിങ്ങൾ ഇതുവരെ എന്തൊക്കെ ചെയ്തോ അത് തന്നെ ആ പേപ്പർ ക്ലിയർ ചെയ്യാൻ ധാരാളമാണ്. സോ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ്.